തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ ഗണിതം തെളിഞ്ഞ ബജറ്റ് പ്രഖ്യാപനമാണ് ഇന്നു നടന്നത്. സർക്കാർ ജീവനക്കാരെയും ആശാവർക്കർമാരെയും ഒക്കെ ചേർത്ത് പിടിക്കുമ്പോഴും നെടും തൂണായ ക്ഷേമ പെൻഷൻ 2500 ആക്കി ഉയർത്താനുള്ള പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനത്തെ പ്രതീക്ഷിച്ച പൊതുസമൂഹമുണ്ട്. ക്ഷേമ പെൻഷൻ 2500 ആക്കാതിരുന്നത് വാഗ്ദാന ലംഘനമാണോ? അനിൽ ജോർജ് ചോദിക്കുന്നു ആ ചോദ്യം പൊതുസമൂഹത്തോട്. ഈ ബഡ്ജറ്റിൽ ഏറെ ആളുകളും പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ വർധനവ്. 2000-ൽ നിന്നും 2500 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നൊക്കെയായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ബഡ്ജറ്റിൽ ആ ഒരു പ്രഖ്യാപനമുണ്ടായില്ല. ഇത് ഒരു വാഗ്ദാന ലംഘനമാണോ? പരിശോധിക്കാം. ആകെ 3 മാസത്തെ ഭരണവർക്കുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രകസനം കാണിച്ച് പോവല്ലാതെ ഇതിനകത്ത് യാതൊന്നും വ്യക്തമായിട്ട് ചെയ്യാൻ അവർക്കൊണ്ടൊന്നും ഇനി ഈ ബഡ്ജറ്റിലൊന്നും ചെയ്യാനില്ല. പിന്നെ ഇവർ ഓരോരോ പ്രഖ്യാപനങ്ങളും ഇതൊക്കെ ചെയ്തിട്ടൊന്നും ജനങ്ങൾക്കൊന്നും ഗുണകരമായിട്ടൊന്നും ചെയ്യാനില്ല. 2200 കിട്ടിയാലും ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ചെയ്യുന്ന നല്ല കാര്യമായിരുന്നു. ശരിക്കും വ്യക്തിപരം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ ആ വ്യക്തിയോട് വോട്ട് ചെയ്യാറുമില്ല. കൊടുത്താലില്ലെങ്കിലും നമുക്ക് യാതൊരു ഇതുമില്ല. സർക്കാരിന് തോന്നുമ്പോൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കില്ല. അത് പറഞ്ഞ മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്കത് അറിഞ്ഞുള്ള. ഇവിടെ എല്ലാവരും അങ്ങനെ 2000 രൂപ വെച്ചാണ് ATM-ൽ ഇടാന്ന് പറഞ്ഞു, ബാങ്കിൽ ഇടാന്ന് പറഞ്ഞു. പിന്നെ അത് കണ്ടിട്ടില്ല. ക്ഷേമ പെൻഷൻ സർക്കാർ തീരുമാനം നല്ലതാണെങ്കിലും ഈ ഖജനാവിൽ പണം ഉണ്ടെങ്കിലല്ലേ ലക്ഷക്കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രൊജക്റ്റാണത്. ഇത്രമാത്രം ജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ, അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ സർക്കാരിന് നികുതി കൂട്ടേണ്ടി വരും. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. വാഗ്ദാന ലംഘനങ്ങളൊന്നും നടന്നിട്ടില്ല. ക്ഷേമ പെൻഷൻ കൂട്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്ന് കൂട്ടുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് ഇനി അടുത്ത വർഷം ജയിപ്പിച്ചാൽ കൂട്ടും, അല്ലെങ്കിൽ കുറക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ജയിക്കാനുള്ള എന്തെങ്കിലും തന്ത്രങ്ങൾ വേണം, അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞേക്കണത്. ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് വാഗ്ദാന ലംഘനമാണോ എന്ന കാര്യത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണുള്ളത്. അടുത്ത സർക്കാർ കൂട്ടണമെങ്കിൽ കൂട്ടട്ടെ എന്ന നിലപാട് പലരും പ്രകടിപ്പിക്കുന്നു. ക്യാമറമാൻ ടിബിനൊപ്പം അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.